ऑल बीजेपी स्पॉन्सर्ड। अब देखिए क्या हाल किया गया। यह है इनका लोकतंत्र का नमूना। एक महीना हुआ नहीं, पुलिस कहीं नहीं है। पुलिस को बहुत बार बोलने के बावजूद भी ബംഗാളിൽ അധികാരം കിട്ടിയതിന് തൊട്ടു പിന്നാലെ സംഘ് പരിവാർ ബംഗാൾ കത്തിക്കുകയാണ്. ഇന്നിപ്പോഴിതാ അഭിഷേക് ബാനർജി, തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമാണ് ബംഗാളിൽ ഇക്കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച നടന്നിരിക്കുന്നത്. വലിയ അക്രമം. അത് സോനാർപൂരിൽ ഈ അക്രമം നടന്ന ഇടം സന്ദർശിക്കാൻ എത്തിയപ്പോൾ അവിടെ സംഘ് പരിവാർ പ്രവർത്തകർ തടിച്ചുകൂടി അഭിഷേക് ബാനർജിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമാണ് അയച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെന്താണ് ഇത്ര വലിയ കാരണം? അഭിഷേക് ബാനർജിയെ ഇങ്ങനെ ആക്രമിക്കാൻ, ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം എന്താണ് കാരണമുണ്ടായത്? അത് മറ്റൊന്നുമല്ല, ഈ തൊട്ട് തലേദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അഭിഷേക് ബാനർജി തൻ്റെ എക്സില് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം ചില കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു. അതിലൊന്ന് അദ്ദേഹം പങ്കുവച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ ഗോമാതാ പൂജ, എന്നാൽ രഹസ്യമായിട്ട് ബീഫ് കയറ്റുമതി ചെയ്യുന്ന ആളുകളിൽ നിന്ന് BJP ഫണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്. മറ്റൊരു ട്വീറ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ രാജ്യസഭയിലെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്താണ് ആ കാര്യങ്ങൾ? 2024-2025 കാലയളവിൽ എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തത് 34,000 കോടി രൂപയുടെ ബീഫാണ്. എന്ന് പറഞ്ഞാൽ $4.1 ബില്യൺ ബീഫ് രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അത് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ ഇൻഫർമേഷൻ. അപ്പോൾ അതോടുകൂടി രാജ്യത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക്, അത് രാജ്യസഭയിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ കണക്കാണ്. അത് അഭിഷേക് ബാനർജി വെള്ളിയാഴ്ച ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു വിവരം കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇന്ത്യയിലെ ഈ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ BJPക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം 30 കോടി രൂപയുടെ സംഭാവനയാണ്. എന്ന് പറഞ്ഞാൽ അത് കണക്കിൽപ്പെട്ട സംഭാവന ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ BJPക്ക് നൽകിയിരിക്കുന്നത് 30 കോടി രൂപയുടെ സംഭാവന. 30 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഗോമാതാവിനെ കട്ട് ചെയ്ത് ഇറച്ചിയാക്കി പാക്കറ്റാക്കി ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി BJPക്ക് എന്ന് പറഞ്ഞാൽ ഗോമാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്ത് അതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന BJPക്ക്, അങ്ങനെയാണല്ലോ അവരുടെ അവകാശവാദം, അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്താ BJPയുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം? ആകെയുള്ള ഒരു പ്രവർത്തനം ഈ ബീഫുമായി ബന്ധപ്പെട്ട്, ഗോമാതാവുമായി ബന്ധപ്പെട്ട്. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തുണ്ടോ? സാമ്പത്തിക രംഗത്തുണ്ടോ? ആരോഗ്യ മേഖലയിലുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലുണ്ടോ? എവിടെയുമില്ല. അപ്പോൾ BJP ആകെ, കേന്ദ്ര ഗവൺമെൻറ് ആകെ ശ്രദ്ധിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ രംഗമെന്ന് പറയുന്നത് ഗോമാതാവും ബീഫുമാണ്. അങ്ങനെ ഗോമാതാക്കളുടെ സംരക്ഷകരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന സംഘ് പരിവാറിന് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ നൽകിയിരിക്കുന്നത് 30 കോടി രൂപയുടെ ഡൊണേഷനാണ്, ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ രേഖകളും വെള്ളിയാഴ്ച അഭിഷേക് ബാനർജി തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ്. ഇത് വിടുന്നു. ശനിയാഴ്ച അദ്ദേഹം സോനാർപൂരിലെത്തുന്നു. അവിടെ ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ വലിയ അക്രമം ഉണ്ടായ ഏരിയയാണ് ഈ സോനാർപൂർ. അവിടെ വരുമ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഒരാൾ പോലും അവിടെ ഇല്ല. കൃത്യമായി സുരക്ഷ ഒരുക്കാതെ അവരൊക്കെ മാറി നിന്നു. സംഘ് പരിവാർ
ക്രിമിനലുകൾ അഭിഷേക് ബാനർജിയെ കയ്യേറ്റം ചെയ്തു, ആക്രമിച്ചു. വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അഭിഷേക് ബാനർജി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം മറ്റൊരു ട്വീറ്റ് നടത്തി. ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത്, ക്യാമറകൾക്ക് മുന്നിൽ ഗോപൂജ, പശുവിനെ വെച്ച് ലാഭമുണ്ടാക്കുന്നവരിൽ നിന്ന് രഹസ്യമായ ഫണ്ടിങ്. ക്യാമറ കാണുമ്പോൾ ഭക്തിയാണ്, എന്നാൽ ബാലൻസ് ഷീറ്റുകളിൽ കാണിക്കുന്നത് മറ്റൊന്നാണ്. ക്യാമറകളിൽ ഭക്തിയാണ്, ഗോപൂജയാണ്, ഗോമാതാവാണ്, ആരാധനയാണ്, ഇതൊക്കെയാണ് ക്യാമറകൾക്ക് മുന്നിൽ. എന്നാൽ BJPയുടെ അക്കൗണ്ടുകളിൽ കാണിക്കുന്നത് ഇതേ ഗോമാതാവിനെ അറുത്ത് മാംസമാക്കി വിൽക്കുന്നവരുടെ ഫണ്ട് നൽകിയതിൻ്റെ കണക്കുകളാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ട്വീറ്റുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ശനിയാഴ്ച സോറൻപൂരിലെ എത്തിയ അഭിഷേക് ബാനർജി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് എപ്പോഴാ? മെയ് 4 എന്ന് പറഞ്ഞാൽ അധികാരത്തിലെത്തി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കൃത്യമായി പദ്ധതിയിട്ട് പ്ലാനിട്ട് ബംഗാളിനെ കത്തിക്കാൻ വേണ്ടിയുള്ള പണികൾ സംഘ് പരിവാർ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചതാ അല്ലേ? ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. കൃത്യമായിട്ട് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, എൻ്റെ ഹൃദയം, എൻ്റെ കരള്, എൻ്റെ മനസ്സ് ഒക്കെ വല്ലാതെ വേദനിക്കുക. കാരണം ലോകത്ത് ഈ രാജ്യമാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനത്തുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ വേദനിക്കുന്നു, എൻ്റെ മനസ്സ് വേദനിക്കുന്നു, എൻ്റെ ഹൃദയം വേദനിക്കുന്നു, എൻ്റെ കരള് വേദനിക്കുന്നു. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കേൾക്കുന്നത്, കാണുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി അത് കഴിഞ്ഞ് 12 വർഷമായി രാജ്യത്തിൻ്റെ അധികാര കസേരയിൽ ഇരിക്കുന്നു. ഇന്നും ഈ രാജ്യം ബീഫ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. എന്താ കാരണം? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ ബീഫ് എക്സ്പോർട്ടിങ് കമ്പനികളൊക്കെ BJPയുടെ ബിനാമി കമ്പനികളാണ്. കൃത്യമായിട്ട് ഈ കമ്പനികളിലൊക്കെ BJPക്കുള്ളത് ഡൊണേഷൻ അല്ല, കൃത്യമായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ ആ പ്രോഫിറ്റ് മാർജിനിൽ വലിയ വർധന ഉണ്ടാക്കിയാലേ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന് അളവും കൂടുകയുള്ളൂ. അപ്പോൾ അതിന് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ BJPക്കുള്ളത് കൃത്യമായ പ്രോഫിറ്റ് മാർജിനാണ്, പ്രോഫിറ്റ് ഷെയർ ആണ്. അപ്പോൾ ആ ഷെയർ പണം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് ഏർണിങ്സ് വർദ്ധിക്കണം. അതിനു വേണ്ടിയുള്ള പണി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരൊന്നും പശുവിനെ തൊടരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും കൈമാറ്റമൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം കോർപ്പറേറ്റ് അറവുശാലകളിലേക്കാണ് പോകേണ്ടത്. അവിടെ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നയത്തിലേക്ക് BJP എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പറയുകയും ചെയ്യുകയും കേൾക്കുകയും ലോകത്തെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, വലിയ ആക്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ബംഗാള് ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബംഗാളിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ബംഗാളിൽ അയച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായ അക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബംഗാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര കേൾക്കാൻ രസമുള്ള വാർത്തകളല്ല. അക്രമത്തിൻ്റെ, കൊള്ളയുടെയും കൊള്ളിവെപ്പിൻ്റെയും കൊലപാതകത്തിൻ്റെയും വാർത്തകളാണ് ബംഗാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എല്ലാം ഈ ഗോമാതാവിൻ്റെ പേരിലാണെന്ന് മാത്രം. റീസൺ ഒന്ന് മാത്രമേ ഉള്ളൂ. റീസൺ ഗോമാതാവാണ്. മനസ്സിലായില്ലേ? പശുവിൻ്റെ പേരിലാണ് എല്ലാ അക്രമങ്ങളും നടക്കുന്നത്. അതേ പശുവിൻ്റെ പേരിലാണ് ഇപ്പോൾ അഭിഷേക് ബാനർജിയും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അധികാരം കയ്യിൽ കിട്ടി ഉടനെ ബംഗാളിൽ എന്ത് ചെയ്യാം, എന്ത് വികസനങ്ങൾ നടത്താം, ബംഗാളിൽ എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താം, ഇതൊന്നുമല്ല ആലോചന. നേരെ പശുവിലേക്കാണ് കടന്നത്. എന്താ കാര്യം വേറൊന്നുമില്ല. ഇപ്പം അഭിഷേക് ബാനർജിയാണ് ആക്രമിക്കപ്പെട്ടതെങ്കിലും കാരണം ഒന്നേ ഉള്ളൂ, മുസ്ലിം വിരോധമാണ്. ബംഗാളിലെ പോപ്പുലേഷൻ അങ്ങനെയാണ്. അപ്പോൾ അവിടെ
മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളെ നല്ല പണി, 8ന്റെ പണി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കുന്നതും അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും മമതാ ബാനർജിയുടെ ഇപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഒരു ഭാഗത്തുണ്ട്. ഇത് അവിടെ നിൽക്കുമ്പോഴാണ് അധികാരത്തിൻ്റെ പേരിൽ, അധികാരമുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ എല്ലാ ഭരണഘടനയെ പോലും മാറ്റി വെച്ചുകൊണ്ട് തോന്നും വിധം നിയമനിർമ്മാണങ്ങൾ നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ 2 ചേരി ആയിക്കഴിഞ്ഞു ഓൾറെഡി. മനസ്സിലായില്ലേ? 2 ചേരിയിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു, തമ്മിലടി തുടങ്ങിയിരിക്കുന്നു. ഇനി ആ തമ്മിലടിയെ നിലനിർത്തണം, അത് എന്നേക്കുമായി അത് അവസാനിക്കാൻ പാടില്ല, അതിങ്ങനെ തുടരണം. എന്നാലേ സംഘ് പരിവാറിന് അധികാര തുടർച്ചയുണ്ടാകൂ എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ്. അപ്പം അതിൻ്റെ പേരിലാണ് അഭിഷേക് ബാനർജി അടക്കം ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള വസ്തുതയും നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സുകളിലേക്ക് ഓടി വരുന്നത് നരേന്ദ്രമോദിയുടെ പഴയ കുറേ വാക്കുകളാണ് അല്ലേ? ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാജ്യം ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധി, അത് ഈ പറയുന്ന പശുവോ ഗോമാതാവോ പെട്രോളോ ഗ്യാസോ ഇന്ധനങ്ങളോ സാധനങ്ങളുടെ വിലക്കയറ്റമോ ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ വലിയൊരു പ്രതിസന്ധി രാജ്യം നേരിടുന്നുണ്ട്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല എല്ലാ അർത്ഥത്തിലും താറുമാറായിരിക്കുന്നു, അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരമായിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LKG മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു 12ാം ക്ലാസ് വരെ ഇതാണല്ലോ പ്രാഥമിക വിദ്യാഭ്യാസം. ഈ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് പോലും വലിയ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുക. CBSE പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നു, എൻട്രൻസ് എക്സാമുകൾ അട്ടിമറിക്കപ്പെടുന്നു, നീറ്റ് JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ അട്ടിമറിക്കപ്പെടുന്നു, എല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയുടെ ഭാവി തന്നെ വലിയ അപകടത്തിലേക്കായി മാറുകയാണ്. വിദ്യാഭ്യാസമില്ലാത്ത, കെൽപ്പില്ലാത്ത, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന IASഉം IPSഉം ഒക്കെ ആയി വരുന്ന ആളുകൾ എങ്ങനെയാണ് ആവുന്നത്? ഇപ്പം ഇനി ഇപ്പോഴത്തെ ലെവലിലാണെങ്കിൽ കോപ്പി അടിച്ചും പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തും മൊബൈൽ ഫോണുകളും ChatGPTയും ഉപയോഗിച്ച് പരീക്ഷ എഴുതിയുമൊക്കെയാണ് ഇവരൊക്കെ ഈ പറയുന്ന മേഖലകളിലേക്ക് എത്തുന്നത്. എന്നിട്ട് ഇവരാണ് രാജ്യത്ത് ഭരണചക്രത്തിൽ കൈകാര്യങ്ങൾ നടത്താൻ പോകുന്നത്. രാജ്യം എങ്ങോട്ട് പോകും? അപ്പോൾ ഇത്ര വലിയ ഒരു പ്രതിസന്ധി, ഇത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ നാശമായി മാറും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല. ഈ CBSEയിലെ 12ാം ക്ലാസ് പരീക്ഷ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അതിൽ ക്രമക്കേട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ. എത്രമാത്രം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ രംഗമടക്കം കുത്തഴിഞ്ഞ് താറുമാറായിരിക്കുന്നു. പക്ഷേ രാജ്യത്ത് ചർച്ച എന്താ? പശുവാണ്, ഗോമാതാവാണ്. ഇത് മാത്രമാണ് ചർച്ച രാജ്യത്ത് എന്ന് പറയുന്നത് അതീവ ദുഃഖകരമാണ്.